നമസ്കാരം. സുഭാഷിതം. കർമ്മണ്യേവാധികാരസ്തേ മാ ഫലേഷു കദാചന മാ കർമ്മഫലഹേതുർഭൂർമാ തേ സംഗോസ്ത്വകർമ്മണി. കർമ്മം ചെയ്യുന്നതിന് നിനക്ക് അധികാരമുള്ളൂ, കർമ്മഫലത്തിൽ അധികാരമില്ല. നീ കർമ്മഫലം ആശിക്കരുത്, എന്നാൽ നീ കർമ്മം ചെയ്യാത്തവനാകുകയും അരുത്. നീ കർമ്മം ചെയ്യുക തന്നെ വേണം, ഫലം ഇച്ഛിക്കരുത്. ഇത് ഒരു ഏറ്റവും അധികം ഉദ്ധരിക്കപ്പെടുന്ന ഒരു ശ്ലോകമാണ്. അതായത് കർമ്മത്തെ നാം ഏത് തരത്തിലാണ് കാണേണ്ടത്, അല്ലെങ്കിൽ കർമ്മം എന്ന വിഷയത്തെ ഏത് രീതിയിൽ നിന്നാണ് നമ്മൾ സമീപിക്കേണ്ടതെന്ന് ഈ ശ്ലോകം വ്യക്തമാക്കി തരികയാണ്. കർമ്മം ചെയ്യുക, ഫലം ഇച്ഛിക്കാതിരിക്കുക, അതാണ് ഈ ശ്ലോകത്തിൻ്റെ ചുരുക്കം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കർമ്മം ചെയ്യുക നമ്മുടെ കടമയാണ്. അത് ഈശ്വരാർപ്പണമായി യാതൊരു ഫലവും ഇച്ഛിക്കാതെ ചെയ്യുക. ഇഹത്തിലോ പരത്തിലോ അതിൻ്റെ ഉണ്ടാവുന്ന യാതൊരു ഫലത്തിലും ഇച്ഛ വയ്ക്കാതെ, ആഗ്രഹിക്കാതെ ചെയ്യപ്പെടുന്ന കർമ്മങ്ങൾ ഈശ്വര പൂജ തന്നെയാണ്. ഇപ്പോൾ നമ്മളൊരു കർമ്മം ചെയ്യുമ്പോൾ അതിൻ്റെ ഫലം ആഗ്രഹിക്കാതെ ചെയ്യുന്ന കർമ്മം ഈശ്വര പൂജ എന്നതിന് തുല്യമാണ് എന്നിവിടെ പ്രതിപാദിക്കുന്നു. നമ്മുടെ കർമ്മങ്ങൾക്ക് ഈശ്വരൻ ഫലം ഈശ്വരനകത്ത് ഫലം നൽകുകയോ നൽകാതിരിക്കുകയോ ചെയ്യാം. അത് അവിടുത്തെ ഇച്ഛയ്ക്ക് വിട്ടുകൊടുത്തേക്കുക, പൂർണ്ണമായിട്ട് വിട്ടുകൊടുക്കുക. നമ്മൾ ചെയ്യാനുള്ള കർമ്മങ്ങൾ നമ്മൾ കർമ്മം അനുഷ്ഠിക്കുക, അതാണ് നമ്മുടെ ധർമ്മം. നമ്മുടെ ധർമ്മം എന്താണ്? ചെയ്യാനുള്ള കർമ്മം ശുദ്ധമായി ഈശ്വരപൂജയായി ചെയ്യുക. ഫലം ലഭിക്കുകയോ ലഭിക്കാതിരിക്കുകയോ ചെയ്യട്ടെ, അതൊരിക്കലും പ്രതീക്ഷിക്കാതെ ചെയ്യുമ്പം അതാണ് ആ ഒരു പ്രവൃത്തിയെ നമ്മൾ ധർമ്മം എന്ന് പറയാം. ഇത് ധർമാർത്ഥ കാമമോക്ഷങ്ങളെന്ന് പറയില്ലേ. അപ്പോൾ അതിനെ ഒന്നും നമ്മൾ ഉൾക്കൊള്ളിക്കാതെ, ധർമ്മം എന്താണെന്ന് പറഞ്ഞാൽ ഈശ്വരൻ്റെ ഒരു കാരുണ്യത്തിന് പാത്രീഭൂതരാവാതെ, അതായത് ഫലേച്ഛയില്ലാതെ കർമ്മം ചെയ്യുന്നതാണ് ധർമ്മം. യഥാർത്ഥ ധർമ്മം എന്നിവിടെ ഈ സുഭാഷിതത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും.